എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യ സിഗ്നേച്ചർ ഫാഷൻ എക്സ്പോ 2026 ഫോർത്ത് എഡിഷൻ ഓഫ് കേരളാസ് ബിഗ്ഗസ്റ്റ് B2B ഫാഷൻ ഷോക്കേസ്. അതെ, ട്വിൻ ബേർഡ്സ് IFF ഫാഷൻ എക്സ്പോ 2026. Co-sponsors are Blossom, New Day, Mybra, Cosilex and Poppy's Baby Care. നമ്മളിപ്പോൾ നിൽക്കുന്നത് ട്വിൻ ബേർഡ്സിനോട് കൂടിയിട്ടാണ്. നമുക്കറിയാം, ഹൈ ക്വാളിറ്റി ആണെങ്കിലും കംഫർട്ട് ആണെങ്കിലും ഒരു ഡെയിലി വെയർ എസെൻഷ്യൽസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്നൊരു പേരാണ് ട്വിൻ ബേർഡ്സ് എന്നുള്ളത്. അപ്പോൾ എന്താണെങ്കിലും ട്വിൻ ബേർഡ്സിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാനായിട്ട് നമ്മുടെ കൂടെയുള്ളത് ട്വിൻ ബേർഡ്സിൻ്റെ കേരള ഹെഡായിട്ടുള്ള പ്രമോദ് സാറാണ്. സാർ നമസ്കാരം. അപ്പോൾ എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. പുതിയൊരു വർഷമാണ്. പ്രത്യേകിച്ച് ട്വിൻ ബേർഡ്സ് ആണ് നമ്മുടെ IFF ഫാഷൻ എക്സ്പോ 2026 ടൈറ്റിൽ സ്പോൺസറായിട്ട് വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ വർഷത്തെ നമ്മുടെ പുതുമകളും വ്യത്യസ്തതകളും? തീർച്ചയായിട്ടും ശരിക്കും ഇതൊരു സന്തോഷമുള്ള മുഹൂർത്തമാണ്. ട്വിൻ ബേർഡ് നിങ്ങൾക്കറിയാം, 10-15 വർഷത്തോളം കേരള മാർക്കറ്റിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നൊരു ബ്രാൻഡാണ്. അപ്പോൾ IFF കഴിഞ്ഞ 4 വർഷമായിട്ട് ഇപ്പോൾ ഇത് 4ാമത്തെ വർഷമാണ്. അപ്പോൾ കഴിഞ്ഞ 3 വർഷവും നമ്മൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടൈറ്റിൽ സ്പോൺസർഷിപ്പിലേക്ക് വന്നതിനൊരു റീസൺ പറഞ്ഞത് ഇവരുടെ ഓരോ വർഷത്തെ പ്രവർത്തനങ്ങളും വളരെ മെച്ചപ്പെട്ട രീതിയിലാണ്. അതുമല്ല, ഏകദേശം 10,000-15,000 കൂടുതൽ റീറ്റെയിലിലേക്ക് ഒരു അഡ്വർടൈസ്മെന്റ് എത്തുക, അതിൻ്റെ റീച്ചബിലിറ്റി കിട്ടുക എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇത്രയും നമ്പേഴ്സ് ഉള്ള റീറ്റെയിലേഴ്സിന് ഇവിടെ വരാൻ പറ്റുക, അവരെ നമ്മളുടെ പ്രോഡക്റ്റിനെ 1 by 1 ആയിട്ട് കാണാൻ പറ്റുക, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക, ഇതൊക്കെ ഒരു വലിയ അവസരമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായിട്ടും നമുക്കറിയാമല്ലോ, ഇങ്ങനെ ഒരു ഫെയർ ഞാൻ ഇന്ത്യയിലായിക്കോട്ടെ വിദേശത്തായിക്കോട്ടെ പല സ്ഥലത്തും ഗാർമെൻറ്റ്സ് ഫെയറുകൾ കണ്ടിട്ടില്ലാണ്. ഇത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്തിട്ടുള്ളൊരു ഫെയറാണ്. കഴിഞ്ഞ വർഷമാണെങ്കിലും ഈ വർഷമാണെങ്കിലും ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയാണ്. അത് സാധാരണക്കാരായിട്ടുള്ള കസ്റ്റമേഴ്സിലേക്ക് എല്ലാവർക്കും ഈ കൽക്കട്ട മാർക്കറ്റിലോ ബോംബെ മാർക്കറ്റിലോ ഡൽഹി മാർക്കറ്റിലോ സൂറത്ത് മാർക്കറ്റിലോ ഒക്കെ പോകാനായിട്ടുള്ള ഒരുപാട് സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. വലിയ കച്ചവടക്കാർ തീർച്ചയായിട്ടും പോകുന്നുണ്ടാവും. ചെറിയ കച്ചവടക്കാർക്ക് ഇങ്ങനെയുള്ള ഫെയറുകൾ വരുന്നത് കൊണ്ട് അവർക്ക് അവരിലേക്ക് നേരിട്ട് എത്താൻ പറ്റുന്നുണ്ട്. അതുമല്ല, ശരിക്കും പല ബ്രാൻഡുകൾക്കും ഇൻറ്റീരിയർ ടൗണിലേക്ക് അവരുടെ എക്സിക്യൂട്ടീവ്സിന് എത്താൻ പറ്റാറുണ്ട്. അപ്പം അങ്ങനെ അവരുടെ അവസരം ഇങ്ങനൊരു ഗ്യാതറിങ് വരുമ്പോൾ തീർച്ചയായിട്ടും അവർ നേരിട്ട് വരികയും നമ്മുടെ പ്രോഡക്റ്റുകൾ 1 by 1 ആയിട്ട് കാണുകയും ചെയ്യും. ട്വിൻ ബേർഡിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇതൊരു ക്വാളിറ്റി കോൺഷ്യസ് ആയിട്ടുള്ള ബ്രാൻഡ് തന്നെയാണ്. തീർച്ചയായിട്ടും അത് മീൻ ചെയ്യുന്നത് പ്രൈസ് ഒരുപാടുണ്ടെന്നല്ല, ഒരു വാല്യൂ ഫോർ മണിക്ക് പ്രോഡക്റ്റ് കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. കാരണം ട്വിൻ ബേർഡിനെ മറ്റ് ബ്രാൻഡുമായിട്ട് കമ്പയർ ചെയ്യാൻ നേരത്ത് ട്വിൻ ബേർഡിൻ്റെ പ്രൈസ് വളരെ കുറവാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു റീസണബിൾ റേറ്റിൽ പ്രോഡക്റ്റ് കസ്റ്റമറിലേക്ക് എത്തിക്കുന്ന ഒരു ബ്രാൻഡാണ് ട്വിൻ ബേർഡ്. അതാണ് ട്വിൻ ബേർഡിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റും. ട്വിൻ ബേർഡ് ഇത്രയും റീച്ചബിൾ ആയിട്ടുള്ള കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബ്രാൻഡായിട്ട് തീരാനായിട്ടും കാരണം, ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആയിരിക്കണം. പക്ഷെ അവർക്ക് ആവശ്യപ്പെട്ട ഫാഷനുകൾ കിട്ടുകയും വേണം, അതിൻ്റെ ക്വാളിറ്റി വേണം. കൊടുക്കുന്ന പൈസ ഓക്കെ, ഒരു 2 പ്രാവശ്യം 3 പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് വാഷ് ചെയ്താൽ പോകുന്നൊരു ബ്രാൻഡാണെങ്കിൽ ആ ബ്രാൻഡിനോടുള്ളൊരു വിശ്വസ്തത എപ്പോഴും ഉണ്ടാവണമെന്നില്ല. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് 1 by 1 ആയിട്ട് എല്ലാ വർഷവും ഒരു നല്ല ഗ്രോത്തിലേക്ക് വരുന്നൊരു ബ്രാൻഡാണ് ട്വിൻ ബേർഡ്. അത് പ്രത്യേകിച്ച് ഇതൊരു മെയിൻലി ഒരു ലേഡീസ് വെയർ ബ്രാൻഡാണ്. കിഡ്സ് വെയർ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ലേഡി ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റിനെ പറ്റി, ട്വിൻ ബേർഡിനെ പറ്റി എപ്പോഴും അവർ പറയുന്ന വേറൊരു ബ്രാൻഡിനെ പറ്റി റീതിങ്ക് ചെയ്യേണ്ട കാര്യമില്ല. ടോപ്പ് 5 അവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഫസ്റ്റ് വൺ നമ്മളായിരിക്കും. B2B എക്സിബിഷൻ ആയതുകൊണ്ട് ഒരു ബ്രാൻഡ്, ഒരു കേരളത്തിലൊരു പുതിയ റീറ്റെയിൽ ഷോപ്പ് തുടങ്ങുന്നുണ്ടെങ്കിലും അവർ ആദ്യം എഴുതി വെക്കുന്ന ഒരു 5 ബ്രാൻഡിൽ ഒന്ന് ട്വിൻ ബേർഡാണ്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ഇനി ഒരു റീറ്റെയിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും വരാൻ പറ്റുന്ന ഒരു ഫെയറാണിത്. അപ്പം അവർക്ക് നമ്മളുമായിട്ട് നേരിട്ട് റീച്ചബിലിറ്റി ഉണ്ടാക്കുക, നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ ആരാണെന്ന് അറിയുക, എത്ര ഫാസ്റ്റായിട്ടാണ് നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എങ്ങനെയാണെന്ന് അറിയുക, മാർജിൻസ് എന്താണെന്ന് അറിയുക, പുതിയ പ്രോഡക്റ്റ് ലോഞ്ചുകൾ എന്താണെന്ന് അറിയുക, ഇതിനൊക്കെ ഒരു അവസരമാണ് ഈ ഫെയർ കൊണ്ട് കിട്ടുന്നത്. അപ്പം തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഇവൻ്റ് ആണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കപ്പെടുന്നത്. അതേപോലെ തന്നെ മറ്റു ബ്രാൻഡുകൾക്കും ഇത് വളരെ എഫക്റ്റീവായിരിക്കുമെന്ന് തന്നെയായിരിക്കും എൻ്റെ ഒരു വിശ്വാസം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ഗ്യാതറിങ് 3 ദിവസമായിട്ട് നമ്മൾ എത്തുക,
അവരോട് ഓരോരുത്തരും ഇപ്പം എന്നെ പോലെയുള്ള ഇതിൽ വർക്ക് ചെയ്യുന്ന കുറേ മാനേജേഴ്സും മറ്റുള്ളവർക്കുള്ളൊരു പ്രത്യേകത വെച്ചാൽ ഫേസ് ടു ഫേസ് അവരോട് നമുക്ക് കാണാൻ പറ്റുക. ഈ കാണാൻ പറ്റുന്നത് കൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ മാർക്കറ്റ് ഒരു ഇൻറ്റിമേറ്റ് മാർക്കറ്റാണ്. നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഇവരോടൊക്കെ നമ്മളൊരു ഗ്യാതറിങ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ആ റിലേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റുന്നൊരു അവസരം, അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലതായിട്ട് തോന്നുന്നത്. കാരണം ഇപ്പോഴും ഞാൻ 10-12 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുള്ള റീറ്റെയിലർ വന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണോ എന്നൊക്കെ പറയാൻ വരുന്നത്. അതിൽ ഇന്ത്യൻ മാർക്കറ്റിലുള്ള റീറ്റെയിലർ ആണെങ്കിൽ പോലും 12 വർഷം കഴിഞ്ഞിട്ടുള്ള റീറ്റെയിലർ വന്നിട്ട് സന്തോഷത്തോടെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അവരിന്നും ആ പണ്ട് ചെയ്തിരുന്ന വോളിയത്തിൻ്റെ ഏകദേശം 5-6 ഇരട്ടി ഞാനിപ്പോൾ ബിസിനസ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷം നമുക്ക് കിട്ടുന്ന, ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് കിട്ടുന്നൊരു സന്തോഷം ഇതിൽ നമുക്ക് പറയാൻ വാക്കുകളില്ലാത്തൊരു കാര്യമാണ്. അപ്പം തീർച്ചയായിട്ടും ഇതൊരു സക്സസ്ഫുൾ ഇവൻ്റ് ആയിട്ട് മാറട്ടെ എന്നാണ് എൻ്റെ ആശംസ. താങ്ക് യു സോ മച്ച് ഫോർ എവരിവൺ. എനിവേ പ്രമോദ് സാറായിട്ടാണ് നമ്മൾ സംസാരിച്ചത്. ഒരുപാട് സന്തോഷം. ട്വിൻ ബേർഡ്സിനെ കുറിച്ച്, അതുപോലെ തന്നെ ട്വിൻ ബേർഡ്സ് ടൈറ്റിൽ സ്പോൺസറായിട്ട് വരുന്ന പ്രത്യേകതകളെ കുറിച്ചൊക്കെ നമുക്ക് സാറ് പറഞ്ഞു തന്നു. അപ്പോൾ എന്നാൽ ഈ ട്വിൻ ബേർഡ്സ് ഇനിയും ഒരുപാട് വളരട്ടെ, ഇനിയും ഒരുപാട് നല്ല എക്സ്പോർട്ട് ഭാഗമാവാനും നമുക്ക് സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു.